ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ വെച്ചിട്ട് ഒരു അടിപൊളി നാടൻ റെസിപ്പിയാണ്. നാടൻ കൂണാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ കൂണാണ്. നമുക്ക് മാർക്കറ്റിൽ അല്ലാണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കൂൺ കിട്ടും, പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്നത് നാടൻ കൂണാണ്. നാടൻ കൂൺ എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം കുറേ വിഷമുള്ള ടൈപ്പ് കൂണുകളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ കൂൺ നല്ല ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന ടൈപ്പ് കൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്തതൊന്നുമല്ല, ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. പുറത്തുള്ള തൊലിയൊക്കെ നന്നായിട്ട് എടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ ചൂടുവെള്ളത്തിലേക്ക് കുറച്ചെണ്ണം പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ തൊലി എടുത്ത് കളയേണ്ടത്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അല്ലി ആയിട്ട് എടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കൂണിൻ്റെ തണ്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ അറ്റത്തുള്ള ആ ഒരു പോർഷൻ നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു പോർഷൻ കളയുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിലാണ് കഴുകിയിരിക്കുന്നത്. ഇനി ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് സവാള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത്. നമുക്ക് തുടങ്ങാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 3 ഗ്രാമ്പു, ചെറിയ പട്ടയുടെ 3 കഷ്ണം ഇതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടിയിട്ട് വഴറ്റാം. സവാള നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ നിറമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുത്തനെയുള്ള 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
ഇടയ്ക്കൊന്ന് അടപ്പെടുത്ത് നോക്കി ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. കൂൺ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട് അത്യാവശ്യം. ഇനി ഇതിൻ്റെ ഗ്രേവി കണ്ടൻറ്റ് നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ഞാൻ ഗ്രേവി കുറവാണ്, കുറച്ച് റോസ്റ്റഡ് ആയിട്ടാണ് ആക്കുന്നത്, അതുകൊണ്ട് ഇത്രയും ഗ്രേവി നിർത്തുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കൂൺ കറി റെഡി ആയിട്ടുണ്ട്, കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നാടൻ സ്റ്റൈലിൽ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യും പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ പ്രത്യേകിച്ച് എനാബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.